ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് വെക്കുകയാണെങ്കിലും പഴയ വീടാണെങ്കിലും നമുക്ക് വേസ്റ്റ് കുഴി എത്ര എണ്ണത്തിനാണ് മെയിനായിട്ട് വരുന്ന വേസ്റ്റ് കുഴി. സിങ്കിന് സെപ്പറേറ്റ് വേസ്റ്റ് കുഴി, അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിന് സെപ്പറേറ്റ് വേസ്റ്റ് കുഴി, ഓവർഫ്ലോയ്ക്ക് സെപ്പറേറ്റ് വേസ്റ്റ് കുഴി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾ ആദ്യമേ കാണുന്ന പോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഓവർഫ്ലോ വരുന്നതാണ്. സെപ്റ്റിക്കിൻ്റെ ഓവർഫ്ലോ വരുന്ന കുഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ കുഴി തന്നെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കുഴിയുടെ സൈഡുകളിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടോ, കല്ലുകളിൽ തന്നെ ചെറിയ ഗ്യാപ്പ് ഇട്ടാണോ. അതിനെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഓവർഫ്ലോ അടിച്ച് വരുന്ന സമയത്ത് സൈഡിലേക്ക് വലിഞ്ഞു പോകണം. അതായത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുന്നതിന് സൈഡുകളിലേക്ക് വലിഞ്ഞു പോകുന്നതിന് ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ, അതായത് ഏറ്റവും മുകളിലല്ല ഏറ്റവും താഴത്തെ ലെയറിൽ വരുന്ന 2-3 കല്ലുകളുടെ ലെയറിൽ ഓരോ ഗ്യാപ്പ് കല്ലുകൾ അടുപ്പിച്ച് പരിക്കൻ വെക്കാതെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഗ്യാപ്പിലൂടെ സൈഡിലെ മണ്ണിലേക്ക് വെള്ളം വലിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുളിക്കുന്ന ഏരിയയിലും വരുന്ന കുളിക്കുന്നതിന് സെപ്പറേറ്റ് കുഴിയാണ് കൊടുക്കേണ്ടത്. അതായത് ഓവർഫ്ലോയ്ക്ക് സെപ്പറേറ്റ് കുഴി കൊടുത്തു, അതിലേക്ക് ഒരിക്കലും കുളിക്കുന്ന വെള്ളം കണക്ട് ചെയ്യരുത്. കുളിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുളിക്കുന്ന വെള്ളം, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ട്രാപ്പിൽ നിന്ന് വരുന്ന വെള്ളം സെപ്പറേറ്റ് ഒരു കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വേറെ ഒന്നുമില്ല, സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഉപകരണമാണ്. ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്മെല്ല്, അതായത് എല്ലാം കൂടി ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടി സ്മെല്ല് നമ്മൾ ഈ ബാത്റൂമിലേക്കും കിച്ചണിലേക്കൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് സെപ്പറേറ്റ് വേസ്റ്റ് കുഴിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കുഴിയുടെ ഓരോ കല്ലിൻ്റെ ഗ്യാപ്പുകളിൽ ചെറിയ ഗ്യാപ്പുകളിൽ 4 സൈഡിൽ ചെറിയ ഗ്യാപ്പുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വെള്ളം ഓവറായിട്ട് വരുന്ന വെള്ളം സൈഡിലേക്ക്, അതായത് ഭിത്തി വരയുടെ ഗ്യാപ്പിലൂടെ പുറത്തെ കല്ലിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിങ്കിന് വേണ്ടിയിട്ടാണ്. സിങ്കിൻ്റെ കുഴി നിങ്ങൾ കാണാൻ സാധിക്കും, കുറച്ചുകൂടി ആഴം കൂടുതലാണ്. സിങ്കിൻ്റെ കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കിച്ചണിൻ്റെ സിങ്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം, ചോറ്, അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റ് കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നിറയാനുള്ള ചാൻസും കാര്യങ്ങളെല്ലാം തന്നെ സിങ്കിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ സിങ്കിൻ്റെ വേസ്റ്റ് കുഴി കുത്തുന്ന സമയത്ത് കുറച്ചുകൂടി ആഴത്തിൽ വേണം കുത്താനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിസ്താരം ഉണ്ടെങ്കിൽ അത്യാവശ്യം നീളവും വീതിയും എല്ലാം ലെങ്ത്ത് കൂട്ടി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ പെട്ടെന്ന് നിറയില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, മറ്റ് 2 കുഴി കാണിച്ചതിനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് 4 സൈഡിലും കല്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അതായത് നമ്മൾ കിച്ചണിൽ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഒരു എണ്ണമയം പോലെ കുഴിയിൽ വന്ന് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലെ വെള്ളം എണ്ണമയം പോലെ വന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും പുറത്തേക്ക് വലിയില്ല. അതുമാണ് കൂടുതൽ നമ്മുടെ കുഴികളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് കൂടുതൽ ചെയ്തതിന് ശേഷം ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക്, അതായത് പുറത്തെ മണ്ണിലേക്ക് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടി കൊടുക്കണം. എന്നാൽ മാത്രമേ സിങ്കിലേക്ക് സ്മെല്ല് കാര്യങ്ങൾ മാക്സിമം ഒഴിവാവുകയും ചെയ്യും. അതുപോലെ തന്നെ സിങ്കിലുള്ള വരുന്ന വെള്ളം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വലിഞ്ഞു പോവുകയും ചെയ്യും. ഈ സിങ്കിലെ വെള്ളം ഇങ്ങനെ ഓൾറെഡി നമ്മൾ ചെയ്യാതിരുന്ന ഇങ്ങനെ കെട്ടിക്കിടന്ന് ആ ചോറ് അതുപോലെ തന്നെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചീഞ്ഞ് ആ സ്മെല്ലാണ് നമ്മുടെ സിങ്കിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ഏതൊക്കെ കുഴികളാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന് ഓവർഫ്ലോ കുഴി, അതിലേക്ക് മറ്റ് പൈപ്പുകളൊന്നും കണക്ട് ചെയ്യാതിരിക്കുക, സെപ്റ്റിക്കിൻ്റെ മാത്രമേ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ കുഴി നമ്മൾ പറഞ്ഞത് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഴി, അതിലേക്ക് വേറെ ഒന്നും കണക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സിങ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കുഴി. ഈ സെപ്പറേറ്റ് കുഴികൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്മെല്ല് കാര്യങ്ങളൊന്നും കണക്റ്റ് ആവില്ല. സിങ്കിൻ്റെ കുഴിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കുളിക്കുന്ന വെള്ളം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് നമ്മുടെ ബാത്റൂമിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കുഴികൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, അതായത് കാര്യങ്ങളെല്ലാം കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഈ കുഴികളുടെ ആഴവും വീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.